ഹായ് ഹലോ നമസ്കാരം. ഞാൻ ഇന്ന് നല്ലൊരു ബീഫ് അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ ഫുഡ് ഫ്രണ്ട്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ 2 കിലോ ബീഫിൻ്റെ അച്ചാറാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള ആവശ്യമായിട്ടുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരും. അപ്പോൾ നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഈ ബീഫ് അച്ചാർ ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 2 കിലോ ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുക്കറിൽ ഒരു 6 വിസിൽ അടുപ്പിക്കുക. അതിനുശേഷം നമ്മൾ ഒരു ചട്ടി അടുപ്പത്ത് വെക്കുക. ചട്ടി നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് 1/2 ലിറ്റർ പാം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പാം ഓയിലോ സൺഫ്ലവർ ഓയിലോ ഏത് വേണ്ട ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ എണ്ണ നന്നായിട്ട് തിളച്ച് വന്നു എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം ബീഫ് അതിലോട്ടിട്ട് നോക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ബാക്കി ബീഫും കൂടി ഇട്ട് നന്നായിട്ട് നമ്മളിത് വറുത്ത് കൊടുക്കണം. ശരിക്കും നമുക്ക് ഈ 2 കിലോ ബീഫിന് 1/2 ലിറ്റർ ഓയിൽ മതിയായിരിക്കും കേട്ടോ. കാരണം നമ്മൾ ഓൾറെഡി ബീഫിലും കുറച്ച് നെയ്യ് ഉണ്ടാവും. നെയ്യിൻ്റെ അംശം ഉള്ളത് കൊണ്ട് നമുക്ക് ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഉള്ള ബീഫ് മുഴുവൻ ഊറ്റിയിട്ട് വേണം വറക്കാൻ വേണ്ടിയിട്ട് ഇടാൻ. 10-20 മിനിറ്റ് വേണം ശരിക്കും ഇതൊന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക, കാരണം ഇത് റെഡി ആയോ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ കിലുകിലെന്ന് പറഞ്ഞിട്ട് ഒച്ച കേൾക്കുമ്പോൾ തന്നെ റെഡിയായെന്ന് നമുക്ക് മനസ്സിലാവും. അതിന് ശേഷം നമ്മളിതൊരു അരിപ്പ പാത്രത്തിലോട്ട് നന്നായിട്ട് എടുത്ത് വെക്കുക. അതായത് എണ്ണ ഊറ്റിയിട്ട് അരിപ്പ പാത്രത്തിലോട്ടിട്ട് എല്ലാ ബീഫും വറുത്ത് കോരിയെടുക്കുക. ബീഫ് വറുത്ത് കോരി മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ 150 ഗ്രാം വീതം വെളുത്തുള്ളി ഇഞ്ചിയും 50 ഗ്രാം പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്ത് വെക്കണം. അതിനുശേഷം നമ്മൾ ചട്ടി ചൂടായി അതിലേക്ക് കുറച്ച് നല്ലെണ്ണ എന്ന് പറഞ്ഞൊരു കുറച്ച് മതി, ഒരു കടുക് വറുക്കാനുള്ള പാത്രം നല്ലെണ്ണ ഒഴിച്ച് തിളച്ചതിന് ശേഷം കടുകിട്ട് മൂപ്പിക്കുക. അതായത് ഒരു 2 ടേബിൾ സ്പൂൺ കടുക് ഇടുക. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പച്ചമുളക് ഇടുക. അതിനുശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. പച്ചമുളക് ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാമേ. അതും ഈ പറഞ്ഞ പോലെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് വെക്കുക. ഇതെല്ലാം ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്കതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇനിയാണ് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കറിവേപ്പിലയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഈ എല്ലാ സാധനങ്ങളും കൂടി ഒന്ന് സോട്ട് ചെയ്ത്, അതായത് നന്നായി മൂത്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി എണ്ണ ഒഴിക്കേണ്ടി വരും. അപ്പോൾ ആ എണ്ണ ഒഴിക്കുമ്പോൾ ബീഫ് അച്ചാറിൻ്റെ മുകളിൽ ഒരുപാട് എണ്ണ തെളിഞ്ഞ് കിടക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുള്ള ബീഫ് ഇതിനകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തത്. അങ്ങനെ ചെയ്യുമ്പം ബീഫിലുള്ള എണ്ണ ഇതിലിട്ടായതിനു ശേഷം നന്നായിട്ട് അത് മൂത്ത് വരികയും ചെയ്യും. അതിന് എക്സ്ട്രാ ഓയിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എണ്ണയുടെ യൂസേജ് ഭയങ്കരമായിട്ട് കുറഞ്ഞു കിട്ടും. ചട്ടി അടുപ്പത്ത് നിന്ന് ഇറക്കി വെച്ചതിന് ശേഷം വേണം നമ്മൾ മസാല ചേർത്ത് കൊടുക്കാൻ. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയും ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർക്കണം. പിന്നെ 1 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കായം പൊടിച്ചതാണ് ചേർക്കേണ്ടത്. പിന്നെ 2 ടേബിൾ സ്പൂൺ അച്ചാർ പൊടിയും കൂടി ചേർക്കുക. ഇത്രയാണ് പൊടികൾ ചേർക്കുക. അതിനുശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. വീണ്ടും ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് മസാല മൂത്ത് വരുന്നത് വരെ നന്നായി ഇളക്കുക. അതിനുശേഷം ബീഫ് വേവിച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ സാധാരണ അച്ചാറിന് വേറെ വെള്ളമൊന്നും ചേർക്കാറില്ല. ഈ ബീഫ് വേവിച്ച വെള്ളമാണ് ചേർക്കാറ്. അതും പിന്നെ ബാക്കി വിനാഗിരിയും കൂടി ആയിട്ട് ഒഴിക്കാറ്. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. നന്നായി തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ആദ്യം വേവിക്കുന്നത്. എന്നാൽ നമ്മൾ അച്ചാറിന് വേണ്ടിയിട്ട് വേറെ ഉപ്പ് ഇട്ടിട്ടില്ലാത്തതുകൊണ്ടാണ് ഉപ്പ് ഇടുന്നത്. പിന്നെ പാകം നോക്കി കുറവാണെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് ഏകദേശം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. സാധാരണ ലെവലിൽ 2 കിലോ ബീഫിന് ഞാൻ 1 ലിറ്റർ വിനാഗിരി ഒഴിക്കാറുണ്ട്. നിങ്ങൾക്ക് അത്രയും പുളി ആവശ്യമില്ല, അല്ലെങ്കിൽ നമുക്ക് പുളി കുറച്ച് കുറഞ്ഞ് നിന്നാൽ മതിയെങ്കിൽ അതിൽ കുറച്ച് ഒഴിക്കാവുന്നതാണ്. ആദ്യം 1/2 ലിറ്റർ ഒഴിച്ചതിന് ശേഷം പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി. എപ്പോഴും നമ്മൾ വിനാഗിരി ഉപ്പ് ഇടുന്ന സമയത്ത് കുറച്ച് കൂടുതൽ നമുക്ക് തോന്നണം. കാരണം ഈ സംഭവം പുളി ഉപ്പും ബീഫിലോട്ട് പിടിച്ചതിന് ശേഷം പിറ്റേ ദിവസം ആകുമ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അതിൽ ഉപ്പും പുളി ഉണ്ടാവില്ല. അപ്പോൾ അച്ചാറിൽ കുറച്ചധികം ഉള്ള പോലെ ആയിരിക്കണം വിനാഗിരി ഉപ്പും ചേർക്കാൻ. അച്ചാർ നന്നായി തിളച്ച് എണ്ണ തെളിയുന്ന പാകമാകുമ്പോഴത്തേന് നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള അച്ചാറാട്ടോ.
അപ്പോൾ ബീഫ് അച്ചാറിൻ്റെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ട ഫീഡ്ബാക്ക് അറിയിക്കുക. ഫ്രണ്ട്സിലേക്കും ബാക്കി റിലേറ്റീവ്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണേ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു. ടാറ്റാ ബൈ. സീ യു.